നമസ്കാരം. ഇന്ന് ഭാരതത്തെ സംബന്ധിച്ച് മഹത്തായ ഒരു ദിനമാണ്, ഒരു പുണ്യദിനമാണ്. ആദിശങ്കരാചാര്യർ ജനിച്ച ദിവസം, അതും വിശേഷിച്ചും നമ്മുടെ നാട്ടിൽ, മലയാള നാട്ടിൽ കാലടിയിലാണ്. ആ ശങ്കരാചാര്യരുടെ മഹത്തായ ജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ ഭാരതം എന്ന വികാരം, ഭാരതം എന്ന രാഷ്ട്രം, അത് ഇന്നും നിലനിൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരായ ഒരു ഋഷി ശങ്കരാചാര്യരാണ്. അനേകം ഋഷീശ്വരന്മാരുടെ സംഭാവന കൊണ്ടാണ്, അവരുടെ തപസ്സുകൊണ്ടാണ്, അവരുടെ ത്യാഗം കൊണ്ടും സഹനം കൊണ്ടുമാണ് ഭാരതം ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ സഹസ്രാബ്ദങ്ങളായി നിലനിന്നു പോരുന്നത്. എന്നാൽ അനേകം ആക്രമണങ്ങളും തടസ്സങ്ങളും ഭീഷണികളും വിഘടനങ്ങളും ഒക്കെ പുതിയ കാലത്തല്ല, പണ്ട് കാലത്തും വ്യാപകമായിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് ഭാരതം ശിഥിലമാകാതെ അതിൻ്റെ ഏറ്റവും കരുത്തുള്ള ഉൾക്കരുത്തിനെ ഉദ്ദീപിപ്പിച്ച് ഭാരതം എന്ന രാഷ്ട്രസങ്കല്പത്തെയും വികാരത്തെയും സംരക്ഷിച്ച് നിർത്തിയ മഹാപുരുഷനാണ് ആദിശങ്കരാചാര്യർ. നമ്മളെപ്പോൾ ഈ വിശാല ഭാരതം, ഇപ്പോൾ രാഷ്ട്രീയക്കാരും നമ്മുടെ പുതിയ യൂണിവേഴ്സിറ്റികളിലും കേരളത്തിൻ്റെ അടക്കമുള്ള ആധുനിക വിദ്യാഭ്യാസത്തിൽ നമ്മുടെ തന്നെ വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ നമ്മുടെ തന്നെ തലമുറകളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഡ്ഢിത്തം, ഇന്ത്യ എന്ന ഒരു രാജ്യം, ഭാരതം എന്നൊരു രാജ്യം അടുത്ത കാലത്താണ് ഉണ്ടായത്. അത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം രൂപപ്പെട്ടതാണ്. എ നേഷൻ ഇൻ ദ മേക്കിംഗ് എന്ന ഒരു പുസ്തകം തന്നെ ഒരു നേതാവ് എഴുതിയിട്ടുണ്ടായിരുന്നു കുറേ കാലം മുമ്പ്. രൂപപ്പെട്ടു വരുന്ന ഒരു രാഷ്ട്രം, ഉണ്ടായി വരുന്ന ഒരു രാഷ്ട്രം എന്നൊക്കെയായിരുന്നു അതിൻ്റെ വിശദീകരണം. ഇപ്പോൾ ഈ 2026 എത്രയോ പേര് സംവാദങ്ങളിലും ചർച്ചകളിലും പറയുന്നു ഭാരതം എന്നുള്ളത് പണ്ടുണ്ടായിരുന്നില്ല, അത് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു രാഷ്ട്രമാണ്. നിങ്ങൾ ഏത് ഭാരത സംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ ഏത് ചരിത്രത്തെക്കുറിച്ചാണ്? ഭാരതത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞത് ഏത് കാലത്തെ? അങ്ങനെ ഒരു ഭാരതമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഭാരതം സാംസ്കാരികമായി ഒന്നാണെന്നും അതിനെ തളർത്താനോ തകർക്കാനോ കഴിയില്ല എന്നും ബോധ്യപ്പെടുത്താൻ പോരാ, തളർത്താനുള്ള ശ്രമങ്ങളുണ്ടായാൽ, അതിനെ ദുർബലപ്പെടുത്താനുള്ള പദ്ധതികളുണ്ടായാൽ, പൂർണ്ണമായും നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി ശങ്കരാചാര്യർ ആ ചെറിയ പ്രായത്തിൽ 32 വയസ്സിനുള്ളിൽ ഭാരതം മുഴുവൻ 2 തവണ കാൽനടയായി സഞ്ചരിച്ചു. കാൽനടയായിട്ട് ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ചെത്താൻ കഴിയുമോ എന്നൊന്നും സംശയിക്കേണ്ട. ഈ ആധുനിക കാലത്തും 10-15 കൊല്ലം മുൻപും ഭാരതത്തിലെ ഒരാൾ ഏതാനും 3-4 വർഷം കൊണ്ട് ഭാരതം മുഴുവൻ സഞ്ചരിച്ച ഒരാളെ എനിക്ക് നേരിട്ടറിയാം, കാൽനടയായിട്ട്. അപ്പോൾ മഹാധിഷ്ണാശാലിയായ ശങ്കരാചാര്യരെ പോലെ ഒരാൾക്ക് 2 തവണ സഞ്ചരിച്ചെത്താൻ കഴിയാത്ത കാര്യമല്ല അത് മറ്റൊരു കാര്യം. ഏതായാലും അദ്ദേഹം 2 തവണ സഞ്ചരിച്ചു എന്ന് മാത്രമല്ല, ഈ ഭാരതം എന്ന വിശാലമായ രാഷ്ട്രത്തെ ഏകോപിപ്പിച്ച് നിർത്താനുള്ള മഹത്തായ ഒരു അടിത്തറ മാത്രമല്ല, ഒരു വേലി കെട്ടി ഉറപ്പിച്ച ആളാണ് ശങ്കരാചാര്യർ. വിശാല ഭാരതം എന്ന രാഷ്ട്രത്തെ ഛിന്ന ഭിന്നമായി പോകാതിരിക്കാൻ കരുത്തുറ്റ വേലി നിർമ്മിച്ച് അതിന് കാവൽ ഏർപ്പെടുത്തിയ ആളാണ് ശങ്കരാചാര്യർ. ഏതാണ് ഈ വേലി? ഭാരതത്തിൻ്റെ 4 അതിരുകളിലും ശങ്കര മഠങ്ങൾ സ്ഥാപിച്ചു. 4 മഠങ്ങൾ, ചതുരാശ്രമങ്ങൾ എന്ന് നമ്മൾക്ക്, ചതുരാശ്രമങ്ങളല്ല, ചതുർമഠങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത് പുരിയിലും ദ്വാരകയിലും ഒക്കെ, ശൃംഗേരിയിലും ഒക്കെ ആയിട്ടുള്ള ആ 4 മഠങ്ങൾ ഭാരതത്തിൻ്റെ 4 ദിക്കിലാണ്. ഒരു പണ്ഡിതൻ പറഞ്ഞു കേട്ടത് നേരാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഈ 4 മഠങ്ങൾ തമ്മിലുള്ള ദൂരം, അതിൻ്റെ ആംഗിൾ, ഇതൊക്കെ ഒന്നുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് പഠിച്ച് അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്തുമാകട്ടെ, ഏതായാലും ഭാരതത്തിൻ്റെ ഈ 4 ദിക്കുകളിലും ഈ 4 മഠങ്ങൾ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, ഓരോ മഠത്തിനും ഓരോ വേദങ്ങൾ, അതിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ മഠത്തിനും കൊടുത്തു. ചതുർവേദങ്ങളെ സംരക്ഷിക്കുവാൻ ചതുർമഠങ്ങൾ സ്ഥാപിച്ചു. എന്ന് വെച്ചാൽ സനാതനധർമ്മത്തിൻ്റെ അടിത്തറയായ വേദ സംസ്കാരത്തെയും വൈദിക ദർശനത്തെയും
ഷഠാധാര പ്രതിഷ്ഠ നടത്തി ഉറപ്പിക്കുകയാണ് ചെയ്തത് എന്നർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്കണം, അനേകം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഒരൊറ്റ രാജ്യമായി ഭരിക്കുന്ന ഇന്നത്തെ പോലത്തെ ഒരു സാഹചര്യം ഇല്ലാതിരുന്ന കാലത്ത് ഇന്ന് നമ്മൾ പറയുന്ന എല്ലാ ഏകോപിപ്പിച്ച് നിർത്താനുള്ള ഒരു കാര്യവും ഇല്ല എന്ന് തോന്നുന്ന ഒരു കാലത്ത് ശങ്കരാചാര്യർ ചെയ്തത് ഈ ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തെ, സംസ്കാരത്തെ കൊണ്ട് വേലികെട്ടി. ഒന്ന് ആലോചിക്കണം, ആധുനിക രാഷ്ട്രതന്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, സോഫ്റ്റ് പവർ എന്നാണ് അവരതിന് പറയുന്നത്. ഭാരതത്തിൻ്റെ സോഫ്റ്റ് പവറിനെ കൊണ്ട് വേലി നിർമ്മിച്ചു. ഈ സോഫ്റ്റ് പവറിനെ അതിജീവിക്കുവാനോ തകർക്കുവാനോ അത്ര എളുപ്പം സാധ്യമല്ല. നിങ്ങൾക്കൊരു വേലി കെട്ടിയാൽ ഇടിച്ചു നിരത്താം, നിങ്ങൾക്ക് ഫെൻസിങ് നടത്തിയാൽ അതിനെ അടിച്ചു തകർക്കാം, നിങ്ങൾക്ക് ചുറ്റിനും പട്ടാളക്കാരെ നിർത്തിയെന്നാൽ ആ പട്ടാളക്കാരെ അതിലും വലിയ പട്ടാള ശക്തി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തകർക്കാം. അങ്ങനെ മുൻപുണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ഈ സോഫ്റ്റ് പവറിനെ നിങ്ങൾക്ക് ആയുധം കൊണ്ട് ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല. പിന്നെ അതിന് കഴിയും, ആ സോഫ്റ്റ് പവറിനെ ദുർബലപ്പെടുത്തിയാൽ ആ സോഫ്റ്റ് പവർ എന്ന ആ ശക്തിയെ അത് ശക്തിയല്ല എന്നുള്ള നിലയിൽ പഠിപ്പിച്ച് തലമുറകളുടെ മനസ്സിൽ വിഷം പടർത്തി, അവരുടെ ബുദ്ധിയിൽ വിഷം കലർത്തി, ഇത് ഭാരതത്തിൻ്റെ ഈ സനാതന ധർമ്മവും സംസ്കാരവും കൊള്ളരുതാത്തതാണ് എന്ന് പഠിപ്പിച്ച് ദുർബലപ്പെടുത്തിയാൽ ഒരു പക്ഷേ ഈ സോഫ്റ്റ് പവറിനെ ഇല്ലാതെയാക്കാനോ തകർക്കാനോ കഴിയും. പക്ഷേ അതിന് സാധിക്കാത്തിടത്തോളം കാലം എത്ര ആയുധം ഉപയോഗിച്ചാലും, എത്ര ബോംബ് നിർമ്മിച്ചാലും, എത്ര സൈന്യത്തെ ശത്രുപക്ഷക്കാരുണ്ടാക്കിയാലും ഈ സോഫ്റ്റ് പവറിനെ അതിജീവിക്കുവാനോ നശിപ്പിക്കുവാനോ അവർക്ക് കഴിയില്ല. അത്രയും ബൃഹത്തായ കരുത്തുറ്റ ഒരു സംരക്ഷണ വലയം തീർത്ത ശങ്കരാചാര്യർ ഭാരതം എന്ന സങ്കല്പം അനേകം നൂറ്റാണ്ടുകളായി, അതിനു മുൻപുമുണ്ട്, ആ ഭാരതം എന്ന സങ്കല്പത്തെ ദുർബലപ്പെട്ടു പോകാൻ സാധ്യതയുള്ള വേളയിൽ അതിനെ സംരക്ഷിച്ച് നിർത്തിയ ആ മഹാപുരുഷനല്ലേ നമ്മുടെ പ്രാചീനകാലം എന്ന് പറയാൻ പറ്റില്ല, മധ്യകാല ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് ആര് എന്ന് ചോദിച്ചാൽ, എല്ലാ കാലത്തും ഇങ്ങനെ രാഷ്ട്രപിതാക്കന്മാരെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ, കാരണം ഓരോരോ കാലത്ത് ദുർബലപ്പെട്ട് നശിച്ചു പോകുമായിരുന്ന സാഹചര്യങ്ങളിൽ ആ രാഷ്ട്രത്തെ സംരക്ഷിച്ച് നിർത്തുന്ന ആളിനെയാണ് വാസ്തവത്തിൽ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കേണ്ടത്. രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ കാത്തു സൂക്ഷിക്കുന്ന ആൾ ആരാണോ, രാഷ്ട്രത്തിൻ്റെ ശക്തിയെ സംരക്ഷിച്ച് നിർത്തുന്നത് ആരാണോ, അവരെയാണ് രാഷ്ട്രപിതാവ് എന്ന് വിളിക്കേണ്ടത്. ആ നിലയിൽ മധ്യകാലത്തെ രാഷ്ട്രപിതാവായിരുന്നു ശങ്കരാചാര്യർ. ആധുനിക ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ അല്ല, ആധുനിക ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് സ്വാമി വിവേകാനന്ദനാണ്. ഭാരതം വിഭജിക്കാതിരിക്കാൻ. പക്ഷെ പിന്നീട് വന്ന പല പിതാക്കന്മാരും ഭാരതത്തെ വിഭജിക്കുവാനുള്ള ശ്രമം നടത്തിയത്, അതിന് വിത്ത് പാകിയത് നമുക്കറിയാം. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ആയിക്കൊള്ളട്ടെ, പക്ഷേ ആധുനിക ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് സ്വാമി വിവേകാനന്ദനാണ്. മധ്യകാല ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് ശങ്കരാചാര്യരാണ്. ആ ശങ്കരാചാര്യരെ നാം വീണ്ടും വണ്ണം പഠിക്കുകയോ ആദരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ആദിശങ്കരനെ അധിക്ഷേപിക്കാൻ വ്യാജശങ്കരൻ ഉണ്ടാവുകയും ചെയ്തു ഈ കേരളത്തിൽ. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കാലടി സംസ്കൃത സർവകലാശാലയിൽ, ആദിശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ശങ്കരാചാര്യരുടെ 1200-ാം ജന്മദിന ആഘോഷവേളയിൽ നടത്തിയ ഉദ്ഘാടന പ്രസംഗത്തിൽ നന്നായി പ്രകടിപ്പിച്ചു EMS. എങ്ങനെയാണെന്നറിയുമോ? ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഭാരതത്തെ നശിപ്പിച്ചത് ആദിശങ്കരാചാര്യരാണെന്ന്. പറയുന്നത് ആരാണ്? ഭാരതത്തെ 16 കഷണങ്ങളാക്കാൻ പ്രമേയം പാസാക്കിയ ആധുനിക രാഷ്ട്രീയ ശങ്കരൻ, വ്യാജശങ്കരൻ, കപടശങ്കരൻ. ആ രാഷ്ട്രീയ ശങ്കരൻ പറയുകയാണ്, ഭാരതത്തെ വിഭജിക്കാൻ കൂട്ടുനിന്ന പോരാ 16 രാജ്യങ്ങളായി വിഭജിക്കണം എന്ന് പ്രമേയം പാസാക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും പുസ്തകമെഴുതുകയും ചെയ്ത ഈ വ്യാജശങ്കരൻ പറയുകയാണ് ഭാരതത്തെ ദുർബലപ്പെടുത്തിയത് ആദിശങ്കരാചാര്യരാണെന്ന്. അതും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ, അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സർവകലാശാലയിൽ. നല്ല ആദരവാണല്ലോ കൊടുത്തത്. അതേതായാലും ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞത്, കപടശങ്കരന്മാർ ഭാരതമെന്ന മഹത്തായ ഈ സങ്കല്പത്തെയും രാഷ്ട്രത്തെയും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ ആദിശങ്കരാചാര്യർ സ്ഥാപിച്ചു വെച്ച 4 അതിരുകളിലും കുറ്റിയടിച്ചു വെച്ച ഈ മഹാസ്ഥാപനം, സംരക്ഷിച്ച് നിർത്തിയ ഈ മഹാസ്ഥാപനം, സനാതനധർമ്മത്തെ
അടിച്ചുറപ്പിച്ച് നിർത്തിയ ഈ സോഫ്റ്റ് പവർ ഉണ്ടല്ലോ, ചതുർമഠങ്ങളും ചതുർവേദങ്ങളും, അത്രയും മഹത്തായ ഒരു സംഭാവന പ്രാചീന കാലത്തോ ആധുനിക കാലത്തോ ശങ്കരാചാര്യർക്ക് തുല്യം മറ്റാരും ചെയ്തിട്ടില്ല. അനേകം പേര് ആ ധർമ്മം നിർവഹിച്ചിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികളും രാമകൃഷ്ണദേവനും ഒക്കെ അനേകം പേര് ആ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അതിന് മുൻപ് നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആദിശങ്കരൻ ഒറ്റയ്ക്ക് ചെയ്ത ആ പ്രവർത്തനം അത്രയും ബൃഹത്തായി ഒറ്റയ്ക്ക് ചെയ്ത ഒരാൾ വേറെ ഇല്ല എന്ന് തിരിച്ചറിയണം. ശങ്കരാചാര്യരുടെ ഈ ജന്മദിനത്തിലെങ്കിലും ഭാവിയിലെങ്കിലും ഈ ഭാരതമെന്ന മഹത്തായ രാഷ്ട്രത്തെ സംരക്ഷിച്ച് നിർത്തിയ ആ മഹാഗുരുവിൻ്റെ മുൻപിൽ നന്ദിയോടെ സാഷ്ടാംഗം നമസ്കരിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതാണ്. അത്തരമൊരു ഓർമ്മപ്പെടുത്തലിന് ഈ ജന്മദിനം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.